ആഗമം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഈയിടെ പറഞ്ഞു, ഭരണഘടനയുടെ 2 ഘടകങ്ങൾ, അതായത് സോഷ്യലിസവും സെക്യുലറിസവും, സ്ഥിതി സമത്വവും മതേതരത്വവും നീക്കിക്കളയണമെന്ന്. കുറെ നാളുകളായി RSS തുടങ്ങിയ സമുദായം അല്ലെങ്കിൽ സമാജം, സംഘികൾ എന്നാണ് മലയാളത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഭരണഘടനയും അവർ ഉദ്ദേശിക്കുന്ന മനുസ്മൃതിയുടെ സംസ്ഥാപനവും സംബന്ധിച്ച് വളരെ ആനുഷംഗികമായിട്ട് സംക്ഷിപ്തമായിട്ട് ഏതാനും കാര്യങ്ങൾ പരാമർശിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതായത് ആമുഖം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നിരീക്ഷിക്കാം. അതിങ്ങനെയാണ് വായിക്കുന്നത്: We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and secure to all its citizens justice, social, economic and political liberty of thought, expression, belief, faith and worship. ഇന്ത്യയിലെ ജനതകൾ ഈ പറഞ്ഞ സംഗതികൾ വിവക്ഷിക്കുന്നു എന്ന് ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായിട്ട് ജസ്റ്റിസ്, രണ്ടാമതായിട്ട് ഇക്വാലിറ്റി, മൂന്നാമതായിട്ട് ലിബർട്ടി. ഒരളവിൽ ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പ്രതിഫലനമാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഈ 3 സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായാണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അത് ലോകത്തെമ്പാടുമുള്ള ജനതയെ സ്വാധീനിക്കുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനാ ശില്പികളും ഈ 3 വിഷയത്തിന് അല്ലെങ്കിൽ 3 സിദ്ധാന്തത്തിന് പരമമായ പ്രാധാന്യം കൊടുത്തു. ഈ പ്രിയാമ്പിളിലൂടെ തന്നെ ഭരണഘടനയുടെ ഉള്ളടക്കം നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള മനുസ്മൃതി എന്താണെന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഭീകരത്വം നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. എന്റെ കൈവശം ഇരിക്കുന്ന മനുസ്മൃതി, അതിന്റെ വിവർത്തകർ തന്നെ പറഞ്ഞിരിക്കുന്നത് 14-16 നൂറ്റാണ്ടുകൾക്കിടയിൽ ആണ് ഇത് രചിക്കപ്പെട്ടതെന്നാണ്. ഇതിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ ഈ മനുസ്മൃതിയിലെ സിംഹഭാഗവും ബ്രാഹ്മണന്റെ അവകാശങ്ങൾ, ബ്രാഹ്മണനോട് ഇതര ജാതികൾ അനുവർത്തിക്കേണ്ട കടപ്പാടുകൾ, ബ്രാഹ്മണന് ലഭിക്കുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളും ആണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. പ്രാരംഭത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മുഖം, കൈ, തുട, കാൽ, ഈ അവയവങ്ങളിൽ നിന്ന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന 4 വർണ്ണങ്ങൾ ക്രമമായി ഉൽപ്പാദിപ്പിച്ചു എന്ന് 31-ാമത്തെ ശ്ലോകം പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ ഒരു തരത്തിലും ഒരു തുല്യത ഇല്ലാത്തതാണ്. ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ മനുസ്മൃതിയിൽ മനുഷ്യർ അല്ലെന്നാണ് പറയുന്നത്. പോരാഞ്ഞിട്ട് ശൂദ്രന്റെ കടപ്പാടുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചാൽ ഒരു സമത്വവാദി വാസ്തവത്തിൽ ഭ്രാന്തനായിത്തീരും. അത്രമാത്രം ഭീകരമായ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ശൂദ്രന് ഒരു അവകാശവുമില്ല. ശൂദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ 4ാം കിട ജാതിക്കാരായ നായർ സമുദായമാണ് ശൂദ്രർ.
അതിനുശേഷം വരുന്ന ജാതി ശൂദ്രന്മാരുടെ പട്ടികയിൽ പെടുന്നില്ല. അവരെ പൊതുവെ പറയുന്നത് പഞ്ചമന്മാരെന്നാണ്. അപ്പൊ ശൂദ്രന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പഞ്ചമന്മാരുടെ അവസ്ഥ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പഞ്ചമന്മാരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും, അതായത് 85% ജനതകളും. കേരളത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 4 ജാതി വിഭാഗത്തിൽ പെടാത്ത പഞ്ചമന്മാരും അവരോട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂനപക്ഷങ്ങളും അനുഭവിക്കേണ്ട പീഡനങ്ങളുടെ വ്യാപ്തി, അപാരമായിട്ടുള്ള നിന്ദ്യമായ അവസ്ഥ ഈ മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥാപിക്കണമെന്നാണ്. ആ വ്യവസ്ഥിതി ഇവിടെ പുനഃസ്ഥാപിക്കണമെന്നാണ് RSS അവകാശപ്പെടുന്നത്. സ്ത്രീകളോട് ബന്ധപ്പെട്ട് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ, സ്ത്രീകൾ ഒരു കാലത്തും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ലെന്ന് മനുസ്മൃതി അനുശാസിക്കുന്നു. പോരാ, സ്ത്രീകൾ 3 അവസ്ഥാന്തരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്ത്രീകൾ തങ്ങളുടെ അല്ലെങ്കിൽ ബാല്യകാലത്ത് പിതാവിനെയും അവരുടെ വിവാഹശേഷം ഭർത്താവിനെയും അവസാന കാലഘട്ടത്തിൽ മക്കളെയും അനുസരിച്ച് വിധേയപ്പെട്ട് കഴിയേണ്ട ഒരു കൂട്ടരാണെന്ന് മനുസ്മൃതി പറയുന്നു. അപ്പൊ സ്ത്രീകൾക്ക് ഒരു കാലത്തും അവകാശം കൽപ്പിക്കാത്ത ഈ പ്രാകൃത നിയമം, ഈ ബ്രാഹ്മണിസം നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ സംഘപരിവാർ ശക്തികളുടെ അവരോട് കടന്നുകയറ്റത്തെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോയാൽ നാളെ എന്ത് സംഭവിക്കും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ദേശീയ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് വരെ നേടുമെന്നാണ് BJP പറഞ്ഞത്. അതോടുകൂടെ ഇന്ത്യൻ ഭരണഘടന മാറ്റും എന്നൊരു ധ്വനി ഉണ്ടായി. അതുകൊണ്ട് BJPക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയി. അവർ പ്രത്യക്ഷമായി പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് 100 സീറ്റ് പോലും കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന വിഷയത്തിലേക്ക്, നമുക്ക് തരുന്ന അവകാശത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഇനി സ്വാതന്ത്ര്യ കാംക്ഷികളായ സമത്വവാദികളായ ആളുകൾ പിന്തുടരാതെ പോയാൽ ഈ വർഗീയ ശക്തികൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ ഭ്രാന്തമായ നടപടികൾ തുടരും, അല്ലെങ്കിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കും. വളരെ അപകടകരമായ, ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മഹാഭൂരിപക്ഷം ജനതകളും അടിച്ചമർത്തപ്പെട്ട് അടിമകളായി തീർന്നതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുപോകണമെന്ന് ഈ സംഘികൾ തിട്ടൂരമിറക്കിയിരിക്കുന്നത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കുകയും അതിനെതിരെ പ്രതിരോധിക്കുകയും വേണ്ടതാണെന്നുള്ള സന്ദേശത്തോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.